പാക് ജനതയുടെ കണ്ണിൽ പൊടിയിടാൻ പാക് മന്ത്രിമാരുടെ കയ്യിൽ ചില നമ്പറുകളൊക്കെ ഉണ്ട്. അതിൽ ആദ്യത്തേത് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾക്ക് ഇന്ത്യയെ പഴിചാരുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് തോറ്റോടിയ യുദ്ധങ്ങളെ പറ്റി പോലും ഒരു ഫോൾസ് നരേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് തങ്ങളാണ് ജയിച്ചതെന്ന് നുണപ്രചാരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. മൂന്നാമത്തേത് അയൽ രാജ്യങ്ങളെ ഇപ്പോൾ അങ്ങ് അടിച്ച് ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് വീമ്പിളക്കുക. ഇതാണ് ഇവർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള ഖ്വാജ ആസിഫ്. ഇന്ത്യയും അഫ്ഗാനെയും ഒരുമിച്ചങ്ങ് അടിക്കാൻ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് സജ്ജമായിരിക്കുകയാണ് എന്നാണ് ഖ്വാജ ആസിഫ് തള്ളിമറിക്കുന്നത്. ഇതിനായി കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനെതിരെയും വൻ സൈനിക സന്നാഹം തന്നെ ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. ദില്ലിയിലുണ്ടായ സ്ഫോടനമൊക്കെ വെറും ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച സംഭവമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഇന്ത്യ ഇനി വരും നാളുകളിൽ ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതിനെയും പാകിസ്ഥാനെ പ്രതിയാക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നേരത്തെ തന്നെ ജാമ്യം എടുത്തിട്ടുണ്ട്. അതേസമയം ദില്ലി സ്ഫോടനത്തിൽ പാക് ബന്ധത്തിനെ പറ്റിയുള്ള സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികപരമായിട്ട് പാകിസ്ഥാനെ പഴിചാരിയിട്ടില്ല. അഫ്ഗാനും ഇന്ത്യയുമായിട്ടുള്ള ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ അള്ളാഹു തങ്ങളെ സഹായിച്ചുവെന്നും രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ അള്ളാഹു സഹായിക്കുമെന്നും ആത്മവിശ്വാസത്തിലാണ് ഖ്വാജ ആസിഫ്. ആദ്യ റൗണ്ട് പോരാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അള്ളാഹു പാകിസ്ഥാനെ തുടച്ചു എന്നാണ് ഖ്വാജ ആസിഫ് അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന വ്യോമത്താവളങ്ങൾ നന്നാക്കാൻ ലോക ബാങ്കിൽ നിന്ന് $1 ബില്യൺ കടം വാങ്ങിയതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതോ ഇനി നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണോ എന്നറിയില്ല. ഇസ്ലാമാബാദിൽ ചൊവ്വാഴ്ച നടന്ന ചാവേർ ആക്രമണത്തിന് ഉത്തരവാദിത്വം തെഹ്രീക്ക് താലിബാൻ, അതായത് പാകിസ്ഥാനുള്ളിലെ താലിബാൻ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയാണ് ഇതിന് പിന്തുണ നൽകിയതെന്നൊക്കെ പറയുന്നത് യാതൊരു തെളിവുമില്ലാത്ത പ്രസ്താവനകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ പാക് മന്ത്രി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അഫ്ഗാനും ഇന്ത്യക്കുമെതിരെ ഒരു ദ്വിമുഖ യുദ്ധം മുന്നറിയിപ്പ് ഇറക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചതെന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത്. എന്തായാലും ഡൽഹി സ്ഫോടനത്തിൽ സൈനിക ഗ്രേഡ് സ്ഫോടക വസ്തു ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആദ്യകാല ഫോറൻസിക് റിപ്പോർട്ടുകളുടെ സൂചന വന്നിരുന്നു. അപ്പോ അതിന്റെ അസ്വസ്ഥതയാണ് ഈ ഖ്വാജ ആസിഫിന്റെ സ്വരത്തിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ഇന്ത്യൻ സുരക്ഷാ സേന പ്രതികരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇത് പാകിസ്ഥാന്റെ ഒരു ശ്രദ്ധ തിരിക്കൽ തന്ത്രമാണ് എന്നാണ് അവരുടെ സുരക്ഷാ സേനയുടെ ഒരു നിരീക്ഷണം. ഇതുവരെയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയമോ ഒന്നും തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രസ്താവനകൾ ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. എന്നിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ വിരളി പിടിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.